നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി അംഗങ്ങളും 2020 പ്രവർത്തകരും തമ്മിൽ സംഘർഷം. ബണ്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി സംഘർഷം നിയന്ത്രിക്കുകയായിരുന്നു. പഞ്ചായത്തിലെ 14, 17 വാർഡുകളിൽ ബണ്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോട് പരാതി പറയാൻ 2020 പ്രവർത്തകർക്കൊപ്പം എത്തിയതാണ് പരാതിക്കാർ. തുടർന്ന് സെക്രട്ടറിയുമായി 2020 കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജും മറ്റുള്ളവരും സംസാരിക്കുന്നതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് സെക്രട്ടറിയുടെ റൂമിലേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു. തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി സംഘർഷം നിയന്ത്രിക്കുകയായിരുന്നു. 2 ദിവസമായി കനത്ത മഴ പെയ്യുന്നതിനാൽ മാളാച്ചാലിൽ വെള്ളത്തിന്റെ അളവ് ഉയരുകയും അടുത്തുള്ള വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ഭീഷണിയാവുകയും ചെയ്തിരുന്നു. 2 ദിവസമായി പരാതിക്കാർ പഞ്ചായത്ത് പ്രസിഡന്റിനെ നിരന്തരമായി ഫോൺ വിളിച്ച് പരാതിപ്പെട്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് അവർ കുറ്റപ്പെടുത്തി. തുടർന്ന് നേരിട്ട് പരാതി പറയുന്നതിനായി 2020 പ്രവർത്തകർ സെക്രട്ടറിയുടെ റൂമിൽ കയറി പരാതി പറയുന്നതിനിടയിലാണ് സംഘർഷമുണ്ടായത്. ബണ്ട് പൊളിക്കുന്ന കാര്യം പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ബണ്ട് പൊളിക്കുന്നുണ്ടെന്ന് കള്ളം പറയുകയാണ് പഞ്ചായത്ത് ചെയ്തതെന്ന് 2020 ആരോപിച്ചു. എന്നാൽ ഇതുവരെയും ആവശ്യം ഉള്ള ബണ്ട് ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ലെന്നും അവർ പറയുന്നു. 2 ദിവസമായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും പഞ്ചായത്ത് മെമ്പർമാരെയും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ച് പറയുമ്പോഴെല്ലാം നോക്കാം എന്ന് പറയുന്നു, ഗ്രാമസഭ നടക്കുന്നു എന്ന് പറയുന്നു, ചെയ്തു എന്ന് പറയുന്നു, ബണ്ട് പൊട്ടിച്ചു എന്ന് വരെ പറഞ്ഞിട്ട് SMS അയച്ചിട്ടുള്ള അധികാരികളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴും അതിനകത്ത് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന കാരണം ഞങ്ങൾ ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന കുറച്ച് പേര് സെക്രട്ടറിയെ കാണാൻ വന്നു. സെക്രട്ടറിയെ കണ്ട് മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. മാന്യമായിട്ട് സംസാരിച്ച് ഞാൻ അവരോട് ചോദിച്ചു, ഇത് എന്താ ബണ്ട് ഇനി പൊട്ടിക്കാത്തതെന്ന് വെച്ചപ്പോൾ സെക്രട്ടറി വളരെ മാന്യമായിട്ട് തന്നെ മറുപടി പറഞ്ഞു. സെക്രട്ടറി പ്രസിഡന്റിനെ എൻ്റെ മുമ്പിൽ വെച്ച് വിളിച്ചു. പ്രസിഡന്റ് പറഞ്ഞു, അവിടെ ഒരു അറ്റത്തുനിന്ന് നെയ്തക്കുടിയിൽ നിന്ന് എങ്ങാണ്ട് പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും മാളയിലെ എല്ലാ ബണ്ടും പൊട്ടിക്കുമെന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ആരാണ് പൊട്ടിക്കുന്നതെന്ന് വെച്ച് പറഞ്ഞു. ഏതോ ഒരു കോൺട്രാക്ടറിന്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ കോൺട്രാക്ടറിന്റെ നമ്പർ ഒന്ന് താ, ഞങ്ങൾ പോയി പൊട്ടിക്കുന്ന സ്ഥലം മുതൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. ബണ്ട് പൊളിക്കുന്ന കോൺട്രാക്ടറുടെ നമ്പർ ചോദിച്ചതാണ് സംഘർഷം ആരംഭിക്കാൻ കാരണമായതെന്നും അവർ പറയുന്നു. ഒരു ബന്ധമില്ലാത്ത LDF ഭരിക്കുന്ന പഞ്ചായത്തില് UDF മെമ്പറിന്റെ ഭർത്താവ് അവിടെ വന്നിട്ട് ഒച്ചപ്പാടും ചീത്ത വിളിയും തെറി വിളിയും ഒക്കെ തുടങ്ങി. അപ്പോഴും ഞങ്ങൾ മാന്യമായിട്ട് തന്നെ നിന്ന് അവിടെ ഉന്തും തള്ളൊക്കെ ഉണ്ട്. അതിലൊക്കെ വീഡിയോ ക്ലിപ്പിംഗ്സ് എൻ്റെ സുഹൃത്തുക്കളുടെ ക്യാമറയിൽ നോക്കിയാൽ കാണാം. അപ്പോഴും ഞാൻ അവിടെ നിന്ന് പറഞ്ഞൊരൊറ്റ കാര്യം ഇതാണ്, ഞങ്ങൾക്ക് കോൺട്രാക്ടറിന്റെ നമ്പറേ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ജോഷി അവരുടെ അടുത്ത് പറഞ്ഞു നമ്പർ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സെക്രട്ടറി പറഞ്ഞു നമ്പർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് കാരണത്തിലാണ് നമ്പർ തരാൻ പറ്റാത്തത്? പഞ്ചായത്ത് ടെൻഡർ വെച്ച് കോൺട്രാക്ടർക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൽ എന്ത് രഹസ്യമാണുള്ളത് പൊതുജനങ്ങൾ അറിയാൻ പാടില്ലാത്തത്? അത് ഞങ്ങൾ പണി ചെയ്യിപ്പിച്ചോളാം എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. ഞാൻ പറഞ്ഞു പണി നിങ്ങൾ ചെയ്യിപ്പിച്ചോ, കോൺട്രാക്ടർ ആരാണെന്ന് അറിയാനുള്ള അവകാശം പൊതുജനത്തിനുണ്ട്. അത് പണി നടക്കുന്നുണ്ടോ എന്നുള്ളത് പോയി നോക്കാനും പൊതുജനത്തിന് അവകാശമുണ്ട്. അതിൽ ആരും തടസ്സപ്പെടുത്തുന്നില്ല, അവരെ ചീത്ത വിളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. മീഡിയ ടൈം മാള.